ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 2025 അവസാനത്തെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഗ്രൂപ്പ് ഡി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. RRB 2025 ഗ്രൂപ്പ് ഡി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ആണ് പുറത്തു വന്നിട്ടുള്ളത്. സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 09/2025 എന്ന നോട്ടിഫിക്കേഷൻ നമ്പർ പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്, അല്ലെ? ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു. നിങ്ങൾ നോട്ടിഫിക്കേഷനകത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം നോക്കിക്കൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ, നിങ്ങൾ എക്സാമിനേഷന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഡേറ്റുകൾ, അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ ഫീസ് എത്രയാണെന്നുള്ള കാര്യം, അതുപോലെ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ മറ്റു ക്വാളിഫിക്കേഷൻസ് എന്താണെന്നുള്ള കാര്യം, എക്സാം എത്ര സ്റ്റേജുകളായിട്ട് കണ്ടക്ട് ചെയ്യണം എന്നുള്ള കാര്യം, എക്സാമിന്റെ പാറ്റേൺ, എക്സാമിന്റെ സിലബസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഓടിച്ചു നോക്കാനായിട്ട് പോകുന്നത്. സമയം കളയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെഷനിലേക്ക് കടക്കാം. ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഡേറ്റ്സ് ആണ്. എന്ത്? 31/1/2026 എന്ന് പറയുന്ന ഡേറ്റ്. ഈ ഡേറ്റിലാണ് നിങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അഥവാ അപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആവുന്നത് ഈ ഡേറ്റിനാണ്. നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് 31/1/2026 എന്ന് പറയുന്ന ഡേറ്റ് മുതൽ മാർച്ച് 2, 2026 എന്ന് പറയുന്ന ഡേറ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് അപ്ലൈ ചെയ്യാം. ഏകദേശം ഒരു മാസ കാലയളവാണ് നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആരും ആദ്യം തന്നെ ചാടിക്കയറി അപ്ലൈ ചെയ്യരുത്. നിങ്ങളുടെ ഈ പറയുന്ന പോലെ വേക്കൻസീസ് എവിടെയാണോ ഉള്ളതെന്ന് മനസ്സിലാക്കി ആ വേക്കൻസി ചാർട്ട് നോക്കി അതിൽ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാക്കി ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് ഉറപ്പുവരുത്തി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ആ പർട്ടിക്കുലർ RRBയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി നിങ്ങളുടെ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസീസ് എന്നൊക്കെ നോക്കി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ആൻഡ് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്തും ഇത് വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാനായിട്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്ത കുട്ടികൾ RRB ഗ്രൂപ്പ് ഡിയെ പറ്റിയിട്ടും RRBയുടെ മറ്റ് പരീക്ഷകളെ പറ്റിയിട്ടും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഡേറ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനുവരി 31, അതുപോലെ തന്നെ മാർച്ച് 2. ജനുവരി 31 നിങ്ങളുടെ അപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നു, മാർച്ച് 2 നിങ്ങളുടെ അപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്യുന്നു. ഈ രണ്ട് ഡേറ്റുകളും കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എക്സാമിനേഷന്റെ ഫീസ്, അപ്ലിക്കേഷൻ ഫീ എത്രയാണെന്നുള്ളതാണ്. 500 രൂപയാണ്. RRBയുടെ എല്ലാ പരീക്ഷകൾക്കും നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പം RRB ഗ്രൂപ്പ് ഡി എക്സാമിന് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 500 രൂപയാണ്. പരീക്ഷ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയാണ് ഉണ്ടായിരിക്കുക. ആ കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 500-ൽ 400 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പരീക്ഷ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ 500 രൂപയും നിങ്ങളെ നഷ്ടമാവുന്നതായിരിക്കും. പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് വരുന്നതായിരിക്കും. അവിടെ വ്യക്തമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്, ഔട്ട് ഓഫ് ദിസ് ഫീ 500 an amount of 400 shall be refunded. അത് നിങ്ങൾ ഏത് അക്കൗണ്ടിൽ നിന്നാണോ പൈസ അടച്ചിരിക്കുന്നത് ആ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പൈസ തിരിച്ച് കയറുന്നതായിരിക്കും. ഇനി ഈ 500 രൂപ ഫീ എന്ന് പറയുന്നത് ആരൊക്കെയാണ് അടയ്ക്കേണ്ടത്? സെൽ നമ്പർ 2, അതായത് സീരിയൽ നമ്പർ 2-നകത്ത് പറഞ്ഞിരിക്കുന്ന കുട്ടികൾ ഒഴികെ ബാക്കി എല്ലാവരും എത്ര രൂപ അടയ്ക്കണം? 500 രൂപ അടയ്ക്കണം. അപ്പോൾ ആരാണ് ഈ രണ്ടാമത്തെ സീരിയൽ നമ്പറിനകത്ത് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് നോക്കാം. SC കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾ, ST കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾ, എക്സ് സർവീസ്മെൻ, PWBD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഇത്രയും ആളുകൾക്ക് 250 രൂപയാണ് ഫീ എന്ന് പറയുന്നത്. 250 റുപ്പീസ് ആണ് അവരുടെ ഫീ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 250 രൂപയിൽ 250 രൂപയും നിങ്ങൾക്ക് എന്ത് ചെയ്യും, റീഫണ്ട് കിട്ടുന്നതായിരിക്കും പരീക്ഷ എഴുതി കഴിഞ്ഞാൽ. അല്ലാത്തവരെല്ലാവരും എത്ര രൂപ അടയ്ക്കണം? 500 രൂപ അടയ്ക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ UR കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ 500 രൂപ അടയ്ക്കണം. നിങ്ങൾ EWS കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ 500 രൂപ അടയ്ക്കണം. നിങ്ങൾ OBC കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ 500 രൂപ അടയ്ക്കണം. കാരണം ഇതിനകത്ത് എവിടെയും OBC എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. SC പറഞ്ഞിട്ടുണ്ട്, ST പറഞ്ഞിട്ടുണ്ട്, എക്സ് സർവീസ്മാൻ ഉണ്ട്, PWBD ഉണ്ട്, ഫീമെയിൽ ഉണ്ട്, ട്രാൻസ്ജെൻഡർ ഉണ്ട്, മൈനോറിറ്റി ഉണ്ട്, EBC ആണുള്ളത്, OBC അല്ല. എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണുള്ളത്. ഇവരോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, EBC എന്ന് പറയുന്നതിനെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത് എന്തുമായിട്ട്, OBC ആയിട്ടോ EWS ആയിട്ടോ. അത് രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനറൽകാരും EWSകാരും OBCക്കാരും നിങ്ങൾ എത്ര രൂപ അടയ്ക്കണം? 500 രൂപ ഫീ അടയ്ക്കണം. ബാക്കി അല്ലാത്തവർ എത്ര രൂപ അടയ്ക്കണം? 250 രൂപ അടയ്ക്കണം. 500 രൂപ അടയ്ക്കുന്നവർക്ക് പരീക്ഷ എഴുതിയാൽ 400 രൂപ ഫീ എക്സംഷൻ കിട്ടും, ഡിഡക്ഷൻ കിട്ടും. എക്സംഷൻ അല്ല, ഡിഡക്ഷൻ കിട്ടും, നിങ്ങൾ റീഫണ്ട് കിട്ടും. 250 രൂപയായിരിക്കും ആർക്ക് കിട്ടുക? അല്ലാത്തവർക്ക് റീഫണ്ട് ചെയ്ത് അക്കൗണ്ടിലേക്ക് കയറുക. പരീക്ഷ എഴുതിയവർക്ക് മാത്രമേ ഈ എമൗണ്ട് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അതാണ് അപ്ലിക്കേഷൻ ഫീയുടെ കാര്യത്തിൽ. ഇനി
എല്ലാവരും ശ്രദ്ധയോടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ക്വാളിഫിക്കേഷനകത്ത് RRB ഗ്രൂപ്പ് ഡി എക്സാമിനെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത്തവണ RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ക്വാളിഫിക്കേഷന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്രായപരിധി 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? UR EWS കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. UR EWS കാൻഡിഡേറ്റ്സിന്റെ പ്രായപരിധി 18 തൊട്ട് 33 വരെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം വരാം, അപ്പോൾ SC ST കാർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണോ? അല്ല, SC ST കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അവരുടെ പ്രായപരിധി, ഉയർന്ന പ്രായപരിധി എത്രയായിരിക്കും? 5 വർഷം അധികമായിരിക്കും. എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള SC ST കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി OBC കാരുടെ അവസ്ഥ എന്താണ്? 18 വയസ്സ് മുതൽ 33ന്റെ കൂടെ അധിക 3 വർഷം എന്ന് പറയുമ്പോൾ 36 വയസ്സ് വരെയുള്ള OBC NCL കാര്, പ്രത്യേകം എടുത്തു പറയണം, നോൺ ക്രീമി ലെയറുകാർക്കാണ് ഏജ് റിലാക്സേഷൻ അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ നോൺ ക്രീമി ലെയറിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 18 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള SC ST കാറ്റഗറിയിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. UR EWS കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. ഇതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടുള്ള പ്രായപരിധി നമുക്ക് അധികം വൈകാതെ തന്നെ നോക്കാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. 2, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. എല്ലാവരും കാതോർത്തിരിക്കുന്ന, എല്ലാവരും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷത്തെ ഈ പുകിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ വർഷം എന്തായിരിക്കുമെന്ന് അറിയാതെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 10th പാസ് ഓർ ITI എന്ന് തന്നെയാണ് ഇത്തവണത്തെയും നോട്ടിഫിക്കേഷനകത്ത് RRB പറഞ്ഞിട്ടുള്ളത്. 2024 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എന്ത് ക്വാളിഫിക്കേഷൻ ആണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇത്തവണയും നോട്ടിഫിക്കേഷനകത്ത് വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കൈവശം 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാമിന് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സോ ITI ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, 10ാം ക്ലാസ്സോ ITIയോ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ITI ഉള്ള കുട്ടികളാണെങ്കിലും അപ്ലൈ ചെയ്യാം, 10ാം ക്ലാസ്സുള്ള കുട്ടികളാണെങ്കിലും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. മെഡിക്കൽ സ്റ്റാൻഡേർഡ് A കാറ്റഗറി തൊട്ട് C കാറ്റഗറി വരെയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിലുള്ള പോസ്റ്റുകളിലേക്ക് ഇത്തവണ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ കാറ്റഗറി, മൾട്ടിപ്പിൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് മൾട്ടിപ്പിൾ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പോസ്റ്റിന്റെ സമയത്ത്, സോണിന്റെ സമയത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത പ്രായപരിധിയെ പറ്റിയിട്ട് കുട്ടികൾ നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18 തൊട്ട് 33 എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 18 തൊട്ട് 36, 18 തൊട്ട് 38 എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഏത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് സ്ഥിരമായിട്ട് കുട്ടികൾ നമ്മുടെ അടുത്ത് എല്ലാ വീഡിയോയിലും വന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ UR EWS കാൻഡിഡേറ്റ് ആണ്, ഈ വീഡിയോ കാണുന്ന കുട്ടികളിൽ ജനറൽക്കാരും EWS കാൻഡിഡേറ്റ്സും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2/1/1993 ശേഷം ജനിച്ച കുട്ടികൾ 2/1/93 ആ ഡേറ്റിന് ശേഷമോ ജനിച്ചിട്ടുള്ള കുട്ടികൾക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. 2/1/93 ജനിച്ചവരോ അതിന് ശേഷമോ ഉള്ള UR EWS കാൻഡിഡേറ്റ്സിന് ഗ്രൂപ്പ് ഡി എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 2/1/1990 അതിന് ശേഷമോ ജനിച്ചിട്ടുള്ളവർക്ക് OBC NCL കാരാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 2/1/88 അതിനുശേഷമോ ജനിച്ചിട്ടുള്ള SC ST കാൻഡിഡേറ്റ്സിന് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 1/1/2008 മുന്നേ ജനിച്ചവരായിരിക്കണം. മിനിമം പ്രായപരിധി 18 വയസ്സെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1/1/2008 മുന്നേ ജനിച്ചവരും മേൽ പറഞ്ഞിട്ടുള്ള എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ആളുകൾക്കും എന്ത് ചെയ്യാം? ഈ എക്സാംസിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത എക്സാമിന്റെ സ്റ്റേജസ് ആണ്. എക്സാമിന്റെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്നത് 3 സ്റ്റേജ് ആണ്. 3 സ്റ്റേജിൽ ആക്ച്വലി ഒരു 4 സ്റ്റേജ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ പരിഗണിക്കാവുന്നതാണ്. ഒന്നാമത്തെ നിങ്ങളെല്ലാവരും പഠിച്ചെഴുതേണ്ട കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, CBT. അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നിന്നും ക്വാളിഫൈ ആവുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ അതിന്റെ ഫിസിക്കൽ റിക്വയർമെന്റ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇതിന്റെ സ്റ്റേജുകൾ മനസ്സിലാക്കി വെക്കുക. RRB കണ്ടക്ട് ചെയ്യുന്ന നിലവിലെ സാഹചര്യത്തിൽ RRB കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകളിൽ ഫിസിക്കൽ റിക്വയർമെന്റ് ഉള്ള ഒരേ ഒരു പരീക്ഷ ഗ്രൂപ്പ് ഡി ആണ്. ഇതിന് മുന്നേ RPFന്റെ പരീക്ഷ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ RPF കണ്ടക്ട് ചെയ്യുന്നത് SSC ആയതുകൊണ്ട് തന്നെ RRB കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകളിൽ ഫിസിക്കൽ റിക്വയർമെന്റ് ഉള്ള പോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡി പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിനുശേഷം ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് നിങ്ങൾക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അതിനകത്ത് അത് ക്വാളിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ അത് ക്വാളിഫൈ ആയാൽ മതി. അതിനകത്ത് റാങ്ക് അല്ല, അതിന്റെ നിങ്ങളെ അടുത്ത സ്റ്റേജിലേക്ക്, അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടി നിങ്ങളെ ക്വാളിഫൈ ആക്കുകയാണ് എന്ത് ചെയ്യുന്നത്? PET അഥവാ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്നത്.
ഫിസിക്കൽ റിക്വയർമെന്റ്സും അവിടെ ആവശ്യമാണ്. അതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്ന കാര്യമാണ്. ഇനി അതിനുശേഷം നിങ്ങളെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിളിക്കും. നിങ്ങൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിളിക്കും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ പാടെ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ഡിഫറെന്റ് സ്റ്റേജസിലൂടെ ആയിരിക്കും ഗ്രൂപ്പ് ഡി എക്സാം കടന്നു പോകുന്നുണ്ടായിരിക്കുക. എക്സാമിന്റെ സ്റ്റേജുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സാമിന്റെ പാറ്റേൺ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. 1.5 മണിക്കൂറിന്റെ പരീക്ഷയാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. 90 മിനിറ്റ്, 100 ചോദ്യം, 100 മാർക്ക്. ഈ 100 ചോദ്യത്തിലെ 25 ചോദ്യങ്ങൾ സയൻസിൽ നിന്നും, 25 ചോദ്യങ്ങൾ കണക്കിൽ നിന്നും, 30ഓളം ചോദ്യങ്ങൾ റീസണിങ്ങിൽ നിന്നും, 20 ചോദ്യത്തോളം ഈ പറയുന്ന പോലെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ 20 ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പം 24 നോട്ടിഫിക്കേഷൻ പ്രകാരം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരീക്ഷയിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് കറണ്ട് അഫയേഴ്സിൽ നിന്നാണ്. അപ്പോൾ പാറ്റേൺ മാറി മാറി വരികയാണ്. 2018 ഗ്രൂപ്പ് ഡി എക്സാമിനും അതിന് മുന്നത്തെ എക്സാംസിനൊക്കെ ജനറൽ അവയർനെസ് അഥവാ സ്റ്റാറ്റിക് പോർഷനിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കറണ്ട് അഫയേഴ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നെഗറ്റീവ് മാർക്ക് ഉണ്ട്. നിങ്ങൾക്ക് 100 ചോദ്യങ്ങൾ, 100 മാർക്ക്. ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ 1/3 മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാവും. അപ്പോൾ നിങ്ങൾ 3 ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ 1 മാർക്ക് പോവും എന്ന അർത്ഥം. മനസ്സിലായോ? അപ്പോൾ നെഗറ്റീവ് മാർക്കുമുള്ള ഒരു പരീക്ഷയാണ് ഇത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. എക്സാമിന്റെ പാറ്റേൺ മനസ്സിലായി. ഇനി എക്സാമിന്റെ സിലബസ് നോക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് RRB എല്ലാ പരീക്ഷയ്ക്കുള്ള പോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ആകെ ഡീറ്റെയിലിംഗ് കുറച്ച് കുറവുള്ളത് സയൻസിന് മാത്രമാണ്. ബാക്കി എല്ലാത്തിനും അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്സിന് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഉണ്ട്, റീസണിങ്ങിന് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഉണ്ട്. സയൻസിന് അവർ ആകെ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് വരെയുള്ള ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, ലൈഫ് സയൻസ് ബയോളജി പഠിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള NCERT അരച്ച് കലക്കി വെള്ളം പോലെ ആക്കി കഴിഞ്ഞാൽ സയൻസിന്റെ 25 മാർക്ക് നിങ്ങൾക്ക് സേഫ് ആണ് എന്നർത്ഥം. ഇനി ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള കാര്യങ്ങൾ പഠിക്കണം. സയൻസ് അല്ല, ലൈഫ് സയൻസ് അല്ല, സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള കാര്യങ്ങൾ, ISRO, സ്പേസ് മിഷൻസ്, ഡിഫൻസ്, ബയോടെക്നോളജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പഠിക്കേണ്ടി വരും. പിന്നെ സ്പോർട്സിനകത്തുള്ള ജനറൽ അവയർനെസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. കൾച്ചറിനകത്തുള്ളത് പഠിക്കണം, പേഴ്സണാലിറ്റി പഠിക്കണം, എക്കണോമിക്സ് പഠിക്കണം, പൊളിറ്റിക്സ് പഠിക്കണം, ആൻഡ് എനി അതർ സബ്ജക്ട് ഓഫ് ഇമ്പോർട്ടൻസ്, ചരിത്രം, ജോഗ്രഫി തുടങ്ങിയ മറ്റ് സബ്ജക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രധാനമായിട്ടും സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസിനകത്ത് ഇങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിലും GK കാര്യത്തിൽ അവർ ഇത്തവണ ഒരു തിരിമറി കാണിച്ചു. GKയിൽ നിന്ന് സ്റ്റാറ്റിക് പോർഷൻ ചോദ്യങ്ങൾ വളരെയധികം കുറച്ചിട്ട് കൂടുതൽ ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ പരീക്ഷയുടെ സ്വഭാവത്തിലേക്ക് കറണ്ട് അഫയേഴ്സിനെ ഇവർ കൊണ്ടുപോയി. സാധാരണഗതിയിൽ ഈ പറയുന്ന പോലെ നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്കോ ടെക്നീഷ്യൻ ഗ്രേഡ് 3 പരീക്ഷയ്ക്കോ ടെക്നീഷ്യൻ ഗ്രേഡ് 1 RRB ജൂനിയർ എഞ്ചിനീയർ എക്സാംസിനാണ് കൂടുതൽ കറണ്ട് അഫെയർ ഫോക്കസ് ചെയ്തിട്ട് സ്റ്റാറ്റിക് പോർഷനിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവർ എക്സാം കണ്ടക്ട് ചെയ്യാറ്. ഇത്തവണത്തെ ഗ്രൂപ്പ് ഡി എക്സാമും ഏറെക്കുറെ ആ ഒരു രീതിയിലേക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 2024 നോട്ടിഫിക്കേഷൻ പ്രകാരം 25 ഡിസംബർ തൊട്ട് 26 ജനുവരി മാസങ്ങളിലൊക്കെ ആയിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാമിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷയിലേക്കും നമ്മൾ ഇതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻസ് നയിക്കാനായിട്ട്. അപ്പം ആ രീതിയിൽ ഇത്തവണ തന്നെ ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, സ്കോർ ടീമിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 500 ദിവസത്തെ വാലിഡിറ്റിയിലുള്ള ഒരു കിടിലൻ ഗ്രൂപ്പ് ഡി കോഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ലോങ് ടൈം ഗ്രൂപ്പ് ഡി കോഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കി ഇനി വരാനിരിക്കുന്ന വീഡിയോസ് നമ്മുടെ ഗ്രൂപ്പ് ഡി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ വേണം, സോണിന്റെ വീഡിയോ അതല്ലേ, ഏത് RRBയിൽ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ പോസ്റ്റുകൾക്കാണ് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്, അതുപോലെ എങ്ങനെ പഠിച്ചു തുടങ്ങണം തുടങ്ങിയ എല്ലാ RRB റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഡി റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഫോളോ ചെയ്യുക. ടെലഗ്രാം ചാനൽ, ചാറ്റ് ഗ്രൂപ്പ്, നിങ്ങൾക്ക് സ്കോർ അക്കാഡമിയിലെ ഫാക്കൽറ്റീസ് ആയിട്ടോ അല്ലെങ്കിൽ സ്കോറിൽ പഠിക്കുന്ന കുട്ടികളായിട്ടോ ആ കമ്മ്യൂണിറ്റി ആയിട്ടോ നിങ്ങൾക്ക് കോൺടാക്ട് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പൺ ചാറ്റ് റൂം നമ്മുടെ ടെലഗ്രാമിനകത്തുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.